എടാ ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രി കൂടെ നിലവിളിക്കുന്നത്? ആ രാജു വേണ്ട. എന്താ സംഭവം എന്നറിയല്ലോ. വാ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ രാജു. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? അയാൾ ഇവിടുത്തെ അനന്തേട്ടനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ഓണോടോ. അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്ക. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. എവിടെ അവൻ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നതോറും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ? അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പോഴവനോട് ജീവൻ വെച്ചത്. അമ്മേ, എന്താണ്ടാ? ഒന്നുമില്ല. ചേട്ടൻ പഠിക്കണ്ട, ഇനിയവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരികളാ. വാ. സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക് സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കുക. നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ. നീന്നില്ലേ? ഞാൻ പോവാം. 2 പേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. വാ വാ വാ. കഴിവറട മോനെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീടേതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ, എന്താടാ? പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ. ഇടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേ കയറും. ഈ കോളനിയിൽ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് അവിടുത്തെ കത്തിയെന്ന്. അല്ല, മോന്റെ പേരെന്താ? താനെ കത്തിയൊന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തിയെത്തി ഒരു കളി കളിക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി അച്ചു പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ. ചേട്ടാ, കീലേരി അച്ചു. അയ്യോ, എവിടെ? ഇപ്പൊ വഴിക്ക് പോയുള്ളൂ. ഏത് വഴിക്ക്? പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെയും തെങ്കൂണ്ട് ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു 10 മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം.
മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാ മതി. അല്ല അതിപ്പോ കൂടുതലൊന്നും പറയണ്ട, മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാ മതി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ ചെല്ല്. അല്ല അല്ല അതെ അതെ ഇപ്പൊ ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ ഒരു പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കുകയില്ല. ഇതാ പ്രൊഫസർ റിങ്കുൺവാല പെട്ടിയടച്ചു കഴിഞ്ഞു. ഒരു നിമിഷാർത്ഥമുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതെ, ദ പ്രൊഫസർ റിങ്കുൺവാലയുടെ മാത്രമായ ദ വാനിഷിംഗ് ബ്യൂട്ടി. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക്. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പ്ലീസ്. അബദ്ധമല്ല സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക്. ഒരു പെണ്ണിന് പകരം വേറൊരു പെണ്ണ്. എറിയരുത്, എറിയരുത്. എല്ലാവരും നിശബ്ദരായിരിക്കണം. കല്ല് വെച്ച് എറിയരുത്. പ്ലീസ്. ചുരുക്കി വെച്ച് എറിയരുത്. ഇത് ഉപദ്രവിക്കരുത്. ദേഹത്തിൽ എറിയരുത്. പ്ലീസ്. ആരും എറിയരുത്. കട്ടണം, കട്ടണം. അയ്യോ, അയ്യോ. നീ ഏതാടി? എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതെങ്കിലും അന്തകൻ അയച്ചാണോ നിന്നെ? ദ്രോഹി! എന്താ നീ കാണിച്ചത്? പെണ്ണുങ്ങളെ തല്ലിയിട്ടാണോ മിടുക്ക് കാണിക്കുന്നത്? എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ ആരെയും തല്ലും. ആണുങ്ങളെയും തല്ലും, പെണ്ണുങ്ങളെയും തല്ലും. പ്രൊഫസർ, എന്നാലും ഇത് വളരെ മോശമായി പോയി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പെട്ടിക്കകത്ത് പെട്ടത്. ഇത് പിന്നെ എങ്ങനെ കുട്ടി പറ്റിയത്? ചില ആളുകൾ എന്നെ പിടിക്കാൻ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഓടിയതാ. സ്റ്റേജിനടിയിൽ ഇരുട്ടത്തൂടെ നോക്കുമ്പോ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങുന്ന കണ്ടു. ശ്രീദേവി, ശ്രീദേവി. എന്നിട്ട് ആ വഴിയിലൂടെ ഞാൻ മേലോട്ട് കയറിയതാ. അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? അത് എന്തിനെങ്കിലും പിടിച്ചോട്ടെന്ന്. പിടിക്കാൻ പാകത്തിൽ നിന്നു കൊടുക്കുന്ന ടൈപ്പാണ് ഇവളെന്ന് ആളുകൾക്ക് തോന്നിക്കാണും. രംഗൂൺ, ഏതായാലും പറ്റാനുള്ള പറ്റി. ആ കുട്ടി അടിച്ചുകൊണ്ട് അവമാനിച്ചോണ്ട് ഒരു കാര്യമില്ല. രംഗൂണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലെ കയറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഓ, ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാണ്ട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. ആ, എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ടാ? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിൽ നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പച്ചവർ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങിക്കൊണ്ട് കൊടുക്കാം. വരൂ വരൂ. ഏയ്, സന്തോഷിക്കണ്ട, ബുക്കിങ്ങിന് വന്നവരല്ല. ആഹാ. ദേ, ഇതാണ് പ്രൊഫസർ. ആ ഞങ്ങൾ വന്നതേ ഇന്നലെ ഷോ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ? വന്നു. അവള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. എവിടെയാ അവള്? ഓ, അപ്പൊ നമ്മളായിരിക്കും അവളുടെ പുറകെ നടക്കുന്ന വില്ലൻ അല്ലേ? വില്ലനോ? ആ കുട്ടി എന്റെ ബന്ധുവാ. അപ്പോ ബന്ധുവില്ലൻ. മിസ്റ്റർ, തടി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം വിട്ടോ. എന്തിനാണോ തന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണെ താൻ കെട്ടാൻ നടക്കുന്നത്? അവളിപ്പോ ഇവിടെ ഉണ്ടോ? അവൾ അവക്ക് സൗകര്യമുള്ള സ്ഥലത്തുണ്ട്. പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പ്ലീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഓടോ, ആ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, വിട്ടു തരില്ല. വരട്ടെ വരട്ടെ. ആ കുട്ടി നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ അവള് കാരണം എന്റെ ഷോ പൊളിഞ്ഞു. ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു 1000 രൂപയും തന്നെ. അവൾ എവിടെ ഉണ്ടെന്ന് പറയൂ. രൂപ എന്നാ പറയാം. ഞങ്ങള് രൂപയൊന്നും കൊണ്ടുവന്നില്ല. എന്നാ നേരം കളയാതെ സ്ഥലം വിട്, സ്ഥലം വിട്, 1 ലക്ഷം രൂപ തന്നാല് ആ കുട്ടിയെ തന്റെ കൂടെ അയക്കില്ല. പോടോ പോടോ പോടോ.
അവൾ എവിടെയുണ്ട്? ആ എനിക്കറിയോ, ആളെ കാണാത്തോണ്ടല്ലേ അയക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? ഒരു പെണ്ണിന്റെ പുറകെ കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങിക്കോളും. പെൺകോന്തൻ. എന്നാലോ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ടാവും? പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്. ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടത് ഭാഗത്തുനിന്നും വലത് ഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക. ഒരു മുന്നറിയിപ്പില്ലാതെ ഇടിയോടിട്ടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോവാന്ന് ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടികൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ, ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര ലക്ഷം ഉറുപ്പ കിട്ടും? എത്രയും കിട്ടും. ഒരു മനുഷ്യനെ സമനില തിരിച്ചു കിട്ടുന്ന കേസല്ലേ? പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ വിളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ, എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യടാ, മാജിക് തേങ്ങ. ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകല്ലേ? കുറച്ച് ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല. മാജിക് താൻ പോടോ. കഴിഞ്ഞിട്ടുള്ള- താൻ പോടോ. അവള് വന്നു പെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്റെ അമ്മാവന്റെ മോളൊന്നുമല്ലോ. എന്തായാലും കിട്ടുന്നില്ല, പാതി ഞാൻ എടുക്കും. പകുതിയാക്കേണ്ട മുഴുവൻ താനും എടുത്തോ. ആ, നിർത്ത്. അല്ല, ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ? ആദ്യം പോയി ആ പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അച്ചു തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന്, കേട്ടോ?